മിക്കവാറും പരമോന്നത നേതാവായി വരുന്നത് ഖമനയുടെ മകനായിരിക്കും എന്നുള്ള കാര്യം. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി. രഞ്ജിത്ത്, പല പ്രതികൂല ഘടകങ്ങളും ഖമനയുടെ മകനിലുണ്ട്. ഒന്നാമത് ഈ മകൻ പിതാവ് ആ ഒരു പിന്തുടർച്ചാവകാശം ഉണ്ടാകുമോ എന്നുള്ള കാര്യം. പിന്നെ ഭരണഘടനയിൽ കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുമുണ്ട് ഇറാനിലെ എന്തായിരിക്കണം ഒരു പരമോന്നത നേതാവിന് വേണ്ട ഗുണങ്ങൾ എന്നുള്ളത്. ഇത് ഖമനയുടെ മകന് പ്രതികൂലമായ കാര്യങ്ങളായി മാറുമോ, അല്ലെങ്കിൽ ആര് എന്നുള്ള ചോദ്യം കൂടിയുണ്ടല്ലോ. ആരൊക്കെ പരമോന്നത നേതാവിൻ്റെ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളവർ? അതോടൊപ്പം തന്നെയാണല്ലോ ഇപ്പോൾ അമേരിക്ക ഒരു പാവ സർക്കാരിനെ നിയമിക്കുകയാണെങ്കിൽ അത് അമേരിക്കയിൽ ഉള്ള റെയ്സ തിരിച്ചെത്തും എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഷാ ഭരണകൂടത്തിൻ്റെ ഒരു പിന്തുടർച്ച ഇവിടെ ഉണ്ടാകും എന്നുള്ള ഊഹാപോഹങ്ങൾ. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത? ഇപ്പോൾ മജ്തബ ഖമനേയി തന്നെ വരുമോ? എന്താണ് പറയുവാനുള്ളത്? മഞ്ജുഷ, ഈ മജ്തബ ഖമേനിയെ ശരിക്കും ഒരു ആത്മീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കാൻ ഒരുപക്ഷെ ഇറാനിൽ ഉള്ള ജനങ്ങൾക്ക് പ്രയാസമായിരിക്കും. കാരണം അതിനൊക്കെ അപ്പുറം ഇറാൻ ഭരണത്തിൽ ഏറെ സ്വാധീനമുള്ള ഒരു ബിസിനസ്സുകാരൻ എന്ന് വേണം ഈ മജ്തബയെ വിശേഷിപ്പിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ രീതിയിലാണ് മജ്തബ അറിയപ്പെടുന്നതും മറ്റും. വിദേശത്തും മറ്റും ശതകോടികളുടെ ബിസിനസ്സുള്ള ഒരാൾ എന്ന രീതിയിലാണ് മജ്തബ അറിയപ്പെടുന്നത്. ഈ ഉപരോധങ്ങളൊക്കെ മറികടന്ന്, നമുക്കറിയാം ഇറാനൊക്കെ ഒരുപാട് ഉപരോധങ്ങളുണ്ട്. ഉപരോധങ്ങളൊക്കെ മറികടന്ന് ദുബായ് പോലെയുള്ള രാജ്യങ്ങളിൽ വലിയ ബിസിനസ് ശൃംഖലകൾ, വലിയ ഹോട്ടലുകളും ആഡംബര കെട്ടിടങ്ങളും ഒക്കെയുള്ള ഒരാൾ എന്ന രീതിയിലാണ് മജ്തബ പലപ്പോഴും അറിയപ്പെടുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആരാണ് ഈ മജ്തബ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചാൽ മജ്തബയ്ക്ക് ഒരുപാട് വിശേഷണങ്ങൾ പറയേണ്ടി വരും. അയത്തുള്ള ഖമേനിയുടെ രണ്ടാമത്തെ മകൻ എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം. മറ്റൊന്ന് നമ്മൾ നോക്കിയാൽ മജ്തബയെ അയത്തുള്ള ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ്. 6 മക്കളാണ് അയത്തുള്ള ഖമേനിക്ക് ഉള്ളത്. അതിൽ രണ്ടാമത്തെ മകനായാണ് മജ്തബ അറിയപ്പെടുന്നത്. അതിനൊക്കെ അപ്പുറത്ത് ഇറാനിലെ പല മേഖലകളും വലിയ സ്വാധീനം ചെലുത്തിയ ഒരാൾ കൂടിയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പിതാവിൻ്റെ സർവ്വ സവിശേഷതകളുമുള്ള, ഏതാണ്ട് അയത്തുള്ള ഖമേനിയോട് അതേ മുഖഛായയുള്ള, അതേ സവിശേഷതകളുള്ള ഒരു മകൻ എന്ന വിശേഷണം കൂടി നേരത്തെ മുതൽ മജ്തബയ്ക്കുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ആദ്യഘട്ടം മുതൽ അയത്തുള്ള ഖമേനി ഭരണത്തിൽ 1989 മുതൽ ഭരണത്തിൽ പിടിമുറുക്കിയ ആളാണ്. ഏതാണ്ട് 15 വർഷത്തിന് ശേഷം ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഭരണത്തിലും സേനയിലുമൊക്കെ നിർണായക സ്വാധീനം ചെലുത്തി തുടങ്ങിയിരുന്നു മജ്തബ എന്നുള്ളത് ഇറാനിലെ പരസ്യമായ രഹസ്യമാണ്. പല വിഷയങ്ങളിലും മജ്തബ ഇടപെട്ടതൊക്കെ പ്രധാനപ്പെട്ട കാര്യമായി ഇറാനിൽ സംഭവിച്ചിട്ടുള്ള ഒന്നാണ്. മറ്റൊന്ന്, ഇസ്രായേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരാൾ കൂടിയാണ് മജ്തബ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇസ്രായേൽ പലപ്പോഴും അയത്തുള്ള ഖമേനിയെ ഈ തരത്തിൽ ലക്ഷ്യം വെക്കുമ്പോഴും മജ്തബ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരാളായി മാറുന്നു. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഉപരോധങ്ങളെ മറികടന്ന് വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരാൾ കൂടിയായി മജ്തബയെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ആ സാമ്രാജ്യമുള്ളത് ദുബായിലും ലണ്ടനിലും മറ്റും ആഡംബര വസതികളും ഹോട്ടലുകളും മറ്റും മജ്തബയ്ക്കുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വരികയും ഒരു 2 ആഴ്ചയ്ക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് പല വിവരങ്ങളും പുറത്തു വരികയും വലിയ ആരോപണ വിധേയനാവുകയും ചെയ്ത ഒരാളാണ്. മജ്തബയ്ക്ക് 2019 US ഉപരോധം ഏർപ്പെടുത്തുന്നത്. പക്ഷേ ഈ ഉപരോധം മറികടന്നും ഈ ലണ്ടനിലും ദുബായിലും തൻ്റെ ബിസിനസ്സുകൾ വളർത്താൻ മജ്തബയ്ക്കായി. അത് ചില ഇടനിലക്കാരുടെ സഹായത്തോടു കൂടിയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കതിലേക്ക് കേട്ട നിലവിൽ നേരത്തെ പറഞ്ഞ പോലെ ചില ഇടനിലക്കാരുടെ സഹായം ഉണ്ടായിരുന്നു. വിദഗ്ധരുടെ അസംബ്ലി, അതായത് നിരവധി വിഷയങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ഒരു അസംബ്ലി ഉണ്ട് ഇറാനിൽ. ഇവരെ ഭരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു ഏരിയയാണ്, അവരുടെ ഒരു മേഖല അതാണ്. അതിൻ്റെ ഡെപ്യൂട്ടി ചെയർമാനായി മജ്തബ ഇറാനിൽ സേവനമനുഷ്ഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അറബിയിലും ഇംഗ്ലീഷിലും അടക്കമുള്ള ഭാഷകളിൽ വലിയ പ്രാവീണ്യം ഉള്ള ഒരാൾ കൂടിയാണ് മജ്തബ എന്നുള്ളത് ഇയാളുടെ മേന്മ കൂട്ടുന്നുണ്ട്. പലപ്പോഴും പലരോട് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ ആശയവിനിമയം നടത്താനായി മജ്തബയുടെ സേവനം ഇറാൻ ഉപയോഗപ്പെടുത്തിയിരുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പൗരോഹിത്യവുമായി ബന്ധമില്ല എന്നുള്ളത് മജ്തബയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ്. നമുക്കറിയാം അയത്തുള്ള ഖമേനിയൊക്കെ പൗരോഹിത്യത്തിൽ നിന്ന് ആത്മീയ നേതാവ് എന്ന നിലയിൽ ഉയർന്നു വന്ന ഒരാളാണ്. പക്ഷേ ആ ഒരു പാരമ്പര്യവും പശ്ചാത്തലവും ഒന്നും മജ്തബയ്ക്കില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. മറ്റൊന്ന്, അച്ഛൻ മകൻ പിന്തുടർച്ചാവകാശം ഇറാൻ അംഗീകരിക്കുന്നില്ല എന്നൊരു വലിയ പ്രശ്നം മജ്തബയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അത് പലപ്പോഴും നേരത്തെ നമുക്കറിയാം ഒരു ഘട്ടത്തിൽ ഇറാൻ്റെ പ്രധാനമന്ത്രിയാകാനായി മജ്തബ വലിയ തരത്തിലുള്ള ശ്രമം നടത്തിയ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അയത്തുള്ള ഖമേനി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പിൻവലിപ്പിച്ചത് എന്ന ചില
വാർത്തകളൊക്കെ പുറത്തു വന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ സ്വാധീനമുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു നേതാവ് എന്ന നിലയിൽ മൊജ്തബ ഇറാനിൽ പരിചിതനാണ്. പക്ഷെ അപ്പോഴും മൊജ്തബ എങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പിൻഗാമി എന്ന രീതിയിൽ അംഗീകരിക്കുമെന്ന കാര്യത്തിൽ കുറേ കാര്യങ്ങൾ കൂടി വരാനുണ്ട്. അതായത് 88 അംഗ വിദഗ്ധ സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത്. അത് അവരുടെ വളരെ വിശാലമായ യോഗമാണ്, ദിവസങ്ങൾ നീളുന്ന ഒരു പ്രക്രിയയാണ്. അതിനുശേഷമായിരിക്കും പിൻഗാമിയിലേക്ക് കാര്യങ്ങൾ വരിക എന്നുള്ളത്. മറ്റൊന്ന്, പ്രമുഖ മതനേതാവായ അയത്തുള്ള അലി റസ അറഫി എന്നുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മതനേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരും ഈ പട്ടികയിൽ പറഞ്ഞു കേൾക്കുന്ന ഒരാളാണ്. US ആസ്ഥാനമായുള്ള കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട പേരുകളൊക്കെ, നേരത്തെ പറഞ്ഞ പോലെയുള്ള ചില പേരുകളൊക്കെ മൊജ്തബയുടെയും ഈ അലി റസ അറഫിയുടെയും പേരുകൾ ഇപ്പോൾ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കറിയാം, ഇവരൊക്കെ ഇപ്പോഴും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഹിറ്റ് ലിസ്റ്റിലുള്ള ആളുകളാണ്. ഇപ്പോൾ ആക്രമണം നടന്നപ്പോൾ നിരവധിയായ ആളുകൾ, പ്രതിരോധ മന്ത്രി അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ട പശ്ചാത്തലമുണ്ട് അയത്തുള്ള ഖമേനിക്കൊപ്പം. സ്വാഭാവികമായും അതിൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മൊജ്തബ ഖമേനി ജീവനോടെ ഉണ്ടോ എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഈ സംഭവവികാസങ്ങൾ അത് മാത്രമല്ല, ഇത് ദിവസങ്ങൾ നീളുന്ന ഒരു പ്രക്രിയ കൂടിയായിരിക്കും. എന്താണ് ഇറാനിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള വിലയിരുത്തലുകളും അഭ്യൂഹങ്ങളും ഒക്കെ പരക്കുന്നുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിൽ ഖമനയുടെ ഒരു പിന്തുടർച്ചയായിട്ട് മൊജ്തബ ഖമനയി വന്നേക്കും എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.